എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 2023 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള PSC പരീക്ഷയിൽ LDC LGS പരീക്ഷയിൽ ആനുകാലികത്തിൽ നിന്നും 20 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വരാൻ പോകുന്ന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുന്നതിൽ ആനുകാലികം എന്ന് പറയുന്ന ഭാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മൾ 2023 പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളാണ് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സിറ്റിസൺ ഫെസിലേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു ടേമാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വരുന്ന സംവിധാനമാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത്. സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന ഈ ഒരു ടേം ഓർത്തിരിക്കുക. എന്താണ് ഈ ഒരു സംവിധാനം കൊണ്ട് അർത്ഥമാക്കുന്നത്? വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വരുന്ന സംവിധാനമാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് വരുന്നത്? നമ്മുടെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഈ ഒരു സംവിധാനം വരുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വരുന്ന സംവിധാനമാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒപ്പമുണ്ട് ഉറപ്പാണ് എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം. അപ്പൊ എന്താണ് ഇതിന്റെ മുദ്രാവാക്യം എന്ന് ചോദിച്ചാൽ ഒപ്പമുണ്ട് ഉറപ്പാണ് എന്നതാണ് ഇതിന്റെ മുദ്രാവാക്യം. അപ്പൊ നമ്മൾ പരിചയപ്പെട്ട സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ എന്ന ടേം, ഇതൊരു സംവിധാനം എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ നമ്മുടെ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ വരുന്ന സംവിധാനമാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ. ഇതിന്റെ മുദ്രാവാക്യം എന്താണ്? ഒപ്പമുണ്ട് ഉറപ്പാണ്. ഒപ്പമുണ്ട് ഉറപ്പാണ്. ഇനി ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ രണ്ടാമതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 2023 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളികൾ ആരെല്ലാം എന്നാണ്. അപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം. പ്രവാസി ഭാരതീയ പുരസ്കാരം ഇത് ലഭിച്ച മലയാളികൾ ആരെല്ലാം എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ വ്യക്തിയുടെ പേര് ആരോഗ്യ മേഖലയുമായി ബന്ധിപ്പിച്ച് കിടക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ. ഒന്നാമത്തെ പേര് പഠിച്ച് ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ. ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ എന്ന പേര് ഓർത്തിരിക്കുക. അദ്ദേഹം എന്താണ്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡോക്ടർ. ഇനി രാജേഷ് സുബ്രഹ്മണ്യം, രണ്ടാമത്തെ പേര് രാജേഷ് സുബ്രഹ്മണ്യം. അപ്പൊ രണ്ടാമത്തെ പേരെന്താണ്? രാജേഷ് സുബ്രഹ്മണ്യം. ഇനി മൂന്നാമത്തെ പേര് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ 3 പേരുകൾ നാം പരിചയപ്പെട്ടു. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളികളായ 3 പേര് ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ, രാജേഷ് സുബ്രഹ്മണ്യം, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. പ്രവാസികൾക്ക് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് പ്രവാസി ഭാരതീയ സമ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട പേരുകൾ ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ, രാജേഷ് സുബ്രഹ്മണ്യം, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ. അലക്സാണ്ടർ മാളിയേക്കൽ, രാജേഷ് സുബ്രഹ്മണ്യം, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്നീ പേരുകൾ ഓർക്കുക. അലക്സാണ്ടർ, രാജേഷ്, സിദ്ധാർത്ഥ്. അലക്സാണ്ടർ മാളിയേക്കൽ, രാജേഷ് സുബ്രഹ്മണ്യം, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ എന്നീ പേരുകൾ ഓർക്കുക. 2023
പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളികളാണ് നാം പരിചയപ്പെട്ട 3 പേരുകൾ. 2023 ആനുകാലികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവാർഡുകൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ അവാർഡുകൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് ഓടക്കുഴൽ അവാർഡാണ്. 2022 ഓടക്കുഴൽ അവാർഡ് 2023 പ്രഖ്യാപിച്ചു. ഈ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ്. 2023 തിരിഞ്ഞു നോക്കുമ്പോൾ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള അവാർഡുകൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചോദ്യം പരിചയപ്പെട്ട് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. ഏതാണ് ആ കൃതി എന്ന് ചോദിച്ചാൽ പ്രാണവായു എന്നതാണ് കൃതിയുടെ പേര്. ഓടക്കുഴൽ അവാർഡ്, അംബികാസുധൻ മങ്ങാട്, പ്രാണവായു എന്ന കൃതിയുടെ പേരും ഓർത്തിരിക്കുക. ഇനി ഒരു വീഡിയോ ക്ലാസ്സിൽ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. ദേശീയ വനിതാ ശാസ്ത്ര കോൺഗ്രസിൽ മുൻകാല വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മലയാളി വനിതകൾ ആരെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. ദേശീയ വനിതാ ശാസ്ത്ര കോൺഗ്രസിൽ മുൻകാല വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മലയാളി വനിതകളുടെ പേരുകൾ ഓർത്തിരിക്കുക. അതിലൊന്ന് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂറിൽ സർജൻ ജനറലായ ആദ്യ വനിതയും നിയമസഭാംഗമായ ആദ്യത്തെ വനിതയുമാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അതേപോലെ മറ്റൊരു പേര് ഡോക്ടർ ജാനകി അമ്മാൾ. ഇന്ത്യയിലെ ആദ്യ സസ്യ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ ജാനകി അമ്മാൾ. മൂന്നാമത്തെ പേര് അന്ന മാണി. ഇന്ത്യയുടെ വെതർ വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? അന്ന മാണിയാണ്. കാലാവസ്ഥ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്നു ഈ പറയുന്ന അന്ന മാണി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇന്ത്യയുടെ വെതർ വുമൺ എന്നറിയപ്പെടുന്നു അന്ന മാണി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ വനിതാ ശാസ്ത്ര കോൺഗ്രസിൽ മുൻകാല വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മലയാളി വനിതകൾ ഓർത്തിരിക്കണേ. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, ഡോക്ടർ ജാനകി അമ്മാള്, അന്ന മാണി. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തിരുവിതാംകൂറിൽ സർജൻ ജനറലായ ആദ്യ വനിതയും നിയമസഭാംഗമായ ആദ്യത്തെ വനിതയുമാണ്. ഡോക്ടർ ജാനകി അമ്മാൾ ഇന്ത്യയിലെ ആദ്യ സസ്യശാസ്ത്രജ്ഞയാണ്. അന്ന മാണി ഇന്ത്യയുടെ വെതർ വുമൺ എന്ന് അറിയപ്പെടുന്നു. അന്ന മാണി കാലാവസ്ഥ വകുപ്പിന്റെ ഡെപ്യൂട്ടി ജനറൽ ആയിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളോട് പരിചയപ്പെട്ട ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടു ദേശീയ വനിതാ ശാസ്ത്ര കോൺഗ്രസിൽ മുൻകാല വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മലയാളി വനിതകളുടെ പേരാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, ഡോക്ടർ ജാനകി അമ്മാൾ, അന്ന മാണി എന്നീ പേരുകളൊന്ന് ഓർത്തിരിക്കുക. പരീക്ഷയിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാം. അവാർഡ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരള നിയമസഭാ ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്ക് നൽകുന്ന നിയമസഭാ ലൈബ്രറി അവാർഡ് ലഭിച്ചത് ടി പത്മനാഭനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ പുരസ്കാര തുക 1,00,000 രൂപയാണ്. അപ്പൊ എന്താണ് പരിചയപ്പെട്ടത്? കേരള നിയമസഭാ ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്ക് നൽകുന്ന നിയമസഭാ ലൈബ്രറി അവാർഡ് ലഭിച്ചത് ടി പത്മനാഭനാണ്. ഇതിന്റെ സമ്മാന തുക എത്രയാണ്? 1,00,000 രൂപയാണ്. കേരള നിയമസഭാ ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്ക് നൽകുന്ന നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ടി പത്മനാഭനാണ്. പുരസ്കാര തുക 1,00,000 രൂപയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് കേരള നിയമസഭാ ലൈബ്രറിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മലയാള സാഹിത്യത്തിന് സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്ക് നൽകുന്ന നിയമസഭാ ലൈബ്രറി അവാർഡ് നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട ടി പത്മനാഭനാണ്. പുരസ്കാര തുക ചോദിച്ചാൽ 1,00,000 രൂപയാണ്. ഇനി ആറാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ബാങ്കിംഗ് ഇടപാടുകാർക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ബാങ്കിങ് ഇടപാടുകാർക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ആറാമതായിട്ട് പരിചയപ്പെട്ടത്. ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണ്. ഇന്ത്യയിൽ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? ഇന്ത്യയിൽ പാസ്പോർട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 7-ാമതായിട്ട് പരിചയപ്പെടുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മലപ്പുറം ജില്ലയാണ്. എത്രാം സ്ഥാനത്താണ്? 3-ാം സ്ഥാനത്താണ് മലപ്പുറം ജില്ല. അപ്പൊ 1-ാം സ്ഥാനത്ത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുംബൈ ആണ്. 1-ാം സ്ഥാനത്ത് വരുന്നത് മുംബൈ ആണ്. ഇനി 2-ാം സ്ഥാനത്ത് വരുന്നത് ബംഗളൂരു ആണ്. 2-ാം സ്ഥാനത്ത് വരുന്നത് ബംഗളൂരു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട എന്തെല്ലാമാണ്? ഇന്ത്യയിൽ പാസ്പോർട്ട് ഉടമസ്ഥകളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് മുംബൈ ആണ്. 2-ാം സ്ഥാനത്തുള്ളത് ബംഗളൂരു ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് 3-ാം സ്ഥാനത്തുള്ളത് മലപ്പുറമാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിൽ പാസ്പോർട്ട് ഉടമകളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനം മുംബൈ, 2-ാം സ്ഥാനം ബംഗളൂരു, ഏറ്റവും ഇമ്പോർട്ടന്റ് 3-ാം സ്ഥാനത്തുള്ള ഏതാണ്? മലപ്പുറം ജില്ലയാണെന്ന കാര്യം ഓർക്കുക. 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ജേതാക്കളായ ജില്ല. 61-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ, അപ്പൊ നമ്മളോട് പരിചയപ്പെടുന്ന 2023-ലേതാണ്. 61-ാമതാണ് സ്കൂൾ കലോത്സവം. 61-ാമത് സ്കൂൾ കലോത്സവം. സ്കൂൾ കലോത്സവത്തിലെ ജേതാവ് ആരാണെന്ന് വെച്ചാൽ കോഴിക്കോടാണ്. കോഴിക്കോട്. അപ്പൊ ഈ ഒരു വർഷത്തിൽ ആരാണ്? കണ്ണൂരാണ്. ഈ ഒരു വർഷത്തിൽ കണ്ണൂരാണ്. കൊല്ലത്ത് വെച്ച് നടന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് നടന്നു. ഈ വർഷം കൊല്ലത്ത് വെച്ച് നടന്നു. അവിടെ ജേതാവായത് കണ്ണൂരാണ്. എന്നാൽ 61-ാമത് കഴിഞ്ഞ വർഷം അത് കോഴിക്കോട് വെച്ചാണ് നടന്നത്. കോഴിക്കോട് തന്നെയാണ് ജേതാക്കളായതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 62 ചോദിക്കുന്നതെങ്കിലോ, ഇനി 62 പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാം. അത് കണ്ണൂരാണ് വരേണ്ടത്. നടന്നത് എവിടാന്ന് വെച്ചാൽ അത് കൊല്ലത്താണ്. നടന്നത് എവിടെയാണ്? കൊല്ലത്താണ്. അതോടൊപ്പം തന്നെ ജേതാക്കളായത് ആരാണ്? കണ്ണൂരാണ്. ഇനി അടുത്ത ഒരു അവാർഡിലേക്ക് വരാം. 2023-ലെ അക്ബർ കാക്കട്ടിൽ പുരസ്കാരം ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രന് 2023-ലെ ഒരു പുരസ്കാരം ലഭിച്ചു. എന്താണ്? 2023-ലെ അക്ബർ കാക്കട്ടിൽ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? അക്ബർ കാക്കട്ടിൽ പുരസ്കാരമാണ് ആർക്ക് ലഭിക്കുന്നത്? സുഭാഷ് ചന്ദ്രന് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് എന്താണ്? ഈ ഒരു അവാർഡ് ലഭിച്ച കൃതിയുടെ പേര് സമുദ്രശില എന്നാണ്. എന്താണ്? സമുദ്രശില എന്നാണ്. അപ്പൊ പരീക്ഷയ്ക്ക് സമുദ്രശില ആരുടെ കൃതിയാണെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരുന്ന സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ്. 2023-ലെ അക്ബർ കാക്കട്ടിൽ പുരസ്കാരം കിട്ടിയ സുഭാഷ് ചന്ദ്രന്റെ കൃതിയാണ് സമുദ്രശില എന്ന കൃതി എന്ന കാര്യം ഓർക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് 9-ാമത്തെ ആനുകാലികവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അക്ബർ കാക്കട്ടിൽ പുരസ്കാരം 2023 ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. ഏത് കൃതിക്ക് ലഭിച്ചു? സമുദ്രശില എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി അടുത്തത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി ഏതാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മർച്ചൻസ് എന്നതാണ് കൃതിയുടെ പേര്. കൃതിയുടെ പേരെന്താണ്? വാണ്ടറേഴ്സ്, വാണ്ടറേഴ്സ് കിങ്സ്, വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചൻസ് എന്നതാണ് കൃതിയുടെ പേര് എന്ന കാര്യം ഓർക്കുക. ഇത് രചിച്ചത് ആരാന്ന് വെച്ചാൽ പെഗ്ഗി മോഹൻ ആണ്. ഇത് രചിച്ചത് ആരാണ്? പെഗ്ഗി മോഹനാണ് ഈ ഒരു കൃതി രചിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മർച്ചൻസ് ആണ്. ആ ഒരു കൃതി രചിച്ചത് പെഗ്ഗി മോഹൻ ആണ്. വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മർച്ചൻസ് കൃതി രചിച്ചത് പെഗ്ഗി മോഹൻ ആണ്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം, അവിടെ ആ ഒരു
പുരസ്കാരത്തിന് അർഹമായ കൃതി വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചൻസ് ആണ്. അത് രചിച്ചത് പെഗ്ഗി മോഹൻ ആണ്. വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചൻസ് അത് രചിച്ചത് പെഗ്ഗി മോഹൻ ആണ്. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ കൃതി വാണ്ടറേഴ്സ് കിങ്സ് ആൻഡ് മർച്ചൻസ് ആണ്. അത് രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ പെഗ്ഗി മോഹൻ ആണ്. 2022-23 വർഷത്തെ സംസ്ഥാന റവന്യൂ സർവേ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർ പുരസ്കാരത്തിന് അർഹത നേടിയത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വയനാട് ജില്ലയുടെ കളക്ടറായിരുന്ന എ ഗീതയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് വയനാട് ജില്ലയുടെ കളക്ടറായിരുന്നു. 2022-23 വർഷത്തെ 2022-23 വർഷത്തെ സംസ്ഥാനത്തെ റവന്യൂ സർവേ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടറായിട്ട് തെരഞ്ഞെടുത്തത് ആരെയാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എ ഗീത എന്ന പേരാണ്. ആ ഒരു സമയത്ത് ഇവർ വയനാട് ജില്ലയുടെ കളക്ടറായിരുന്നു. അപ്പൊ 2022-23 വർഷത്തെ സംസ്ഥാന റവന്യൂ സർവേ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എ ഗീതയ്ക്കാണ്. വയനാട് ജില്ലയുടെ കളക്ടറായിരുന്നു ആ ഒരു സമയത്ത്. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ പി ഭാസ്കരൻ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജോൺ പോൾ ആണ്. ആരാണ്? ജോൺ പോൾ ആണ് 2023 പ്രഖ്യാപിച്ച പി ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? പി ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? പി ഭാസ്കരൻ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. അത് ജോൺ പോളിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നൽകിയത്. അപ്പൊ പി ഭാസ്കരൻ പുരസ്കാരം 2022 പ്രഖ്യാപിച്ചപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചിരിക്കുന്നത് ജോൺ പോളിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജോൺ പോളിനാണ്. അപ്പൊ ജോൺ പോളിനാണ് ഈ ഒരു പുരസ്കാരം. ഇനി നമ്മൾ 13ാമത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷയിലൊക്കെ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി 2023 വേദി എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് കുമരകമാണ്. നമ്മുടെ കേരളത്തിലെ കുമരകത്താണ് 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി നടന്നത്. ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി 2023 നമ്മുടെ കുമരകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? കുമരകത്താണെന്ന കാര്യം ഓർക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവത്തിന് ആതിഥ്യമരുളിയ നഗരം ഏതാണ്? നമ്മുടെ തിരുവനന്തപുരമാണ്. അതിന്റെ പേര് സമോഹൻ എന്നാണ്. ആ ഒരു കലോത്സവത്തിന്റെ പേര് എന്താണ്? സമോഹൻ എന്നാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവത്തിന് ആതിഥ്യമരുളിയ നഗരം തിരുവനന്തപുരമാണ്. ആ ഭിന്നശേഷി കലോത്സവത്തിന് നൽകിയ പേര് സമോഹൻ എന്നാണ്. എന്താണ് പേര്? സമോഹൻ. ഇനി അടുത്തത്, തിരികെ എത്തിയ പ്രവാസികളുടെ ക്ഷേമത്തിനായി നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കി വരുന്ന കേരള സർക്കാരിന്റെ ധനസഹായ പദ്ധതിയുടെ പേര് സാന്ത്വന എന്നതാണ്. എന്താണ്? സാന്ത്വന എന്നതാണ് ധനസഹായ പദ്ധതിയുടെ പേര്. നമ്മൾ പരിചയപ്പെട്ട എന്താണ്? തിരികെ എത്തിയ പ്രവാസികളുടെ ക്ഷേമത്തിനായി നോർക്ക റൂട്ട്സ് മുഖേന നടപ്പിലാക്കി വരുന്ന കേരള സർക്കാരിന്റെ ധനസഹായ പദ്ധതിയാണ് സാന്ത്വന. സാന്ത്വന എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഒരു ധനസഹായ പദ്ധതിയാണ്. തിരികെ എത്തിയ പ്രവാസികളുടെ ക്ഷേമത്തിനായി നോർക്ക റൂട്ട്സ് മുഖേന. ആര് മുഖേനയാണ്? നോർക്ക റൂട്ട്സ് മുഖേന. നോർക്ക റൂട്ട്സ് മുഖേന നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സാന്ത്വന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു മറ്റൊരു പുരസ്കാരം, കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. അപ്പൊ നമ്മൾ പരിചയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. അപ്പൊ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 പ്രഭാവർമ്മയ്ക്കാണ്. ആർക്കാണ് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ്. 55,555 ഇതിന്റെ സമ്മാനത്തുക. 55,555 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. അപ്പൊ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. 55,555 രൂപയാണ് അതിന്റെ പുരസ്കാരം.
ഇനി അടുത്ത ചോദ്യം, ജയ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ജയ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ക്യാമൽ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രത്തിന്റെ പേര് അവനോവിലോന എന്നതാണ് ചലച്ചിത്രം. അവനോവിലോന എന്നതാണ് ചലച്ചിത്രം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ജയ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ജയ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ക്യാമൽ പുരസ്കാരം എന്താണ് ഗോൾഡൻ ക്യാമൽ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രമാണ് അവനോവിലോന. എന്താണ് അവനോവിലോന? ഇത് സംവിധാനം ചെയ്ത് ഷെറി ഗോവിന്ദും ടി ദീപേഷുമാണ്. ഇത് സംവിധാനം ചെയ്തത് ഷെറി ഗോവിന്ദും മറ്റൊരു വ്യക്തി ടി ദീപേഷ്, ഇവരാണിത് സംവിധാനം ചെയ്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു മലയാള ചലച്ചിത്രത്തിന്റെ പേര് അവനോവിലോന. ഈ ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്ത് ഷെറി ഗോവിന്ദും ടി ദീപേഷുമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ജയ്പൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേള, അവിടെ ഗോൾഡൻ ക്യാമൽ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രമാണ് അവനോവിലോന. സംവിധാനം ഷെറി ഗോവിന്ദും ടി ദീപേഷുമാണ്. സേവനം അവകാശമായി അംഗീകരിച്ച് സേവനാവകാശ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാലയാണ് നമ്മുടെ കേരള സർവകലാശാല. എന്താണ്? കേരള സർവകലാശാല. അപ്പൊ നമ്മുടെ സേവനം അവകാശമായി അംഗീകരിച്ച് സേവനാവകാശ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ സർവകലാശാലയാണ് കേരള സർവകലാശാല. അപ്പൊ സേവനം എന്താണ്? അവകാശമായി അംഗീകരിച്ച് സേവനാവകാശ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ച നമ്മുടെ കേരളത്തിലെ സർവകലാശാലയാണ് കേരള സർവകലാശാല. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന മലയാള മിഷന്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? അനന്യ മലയാളം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന മലയാള മിഷന്റെ പദ്ധതിയാണ്. ആരുടെ പദ്ധതിയാണ്? മലയാള മിഷന്റെ പദ്ധതിയാണ് നാം പരിചയപ്പെടുന്ന അനന്യ മലയാളം എന്ന പദ്ധതി. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന മലയാള മിഷന്റെ പദ്ധതിയാണ് അനന്യ മലയാളം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അനന്യ മലയാളം അതിഥി മലയാളം പദ്ധതിയുടെ ഭാഗമായി മലയാള മിഷൻ പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, ഒരു പാഠപുസ്തകമുണ്ട്. ആ പാഠപുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര് കണിക്കൊന്ന എന്നാണ് ആ ഒരു പാഠപുസ്തകത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു അനന്യ മലയാളം എന്നതാണ് ആ ഒരു പദ്ധതി. അനന്യ മലയാളം അതിഥി മലയാളം ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ മലയാള മിഷൻ ഒരു പാഠപുസ്തകം പുറത്തിറക്കി. ആ പാഠപുസ്തകത്തിന്റെ പേരാണ് കണിക്കൊന്ന എന്ന കാര്യം ഓർക്കുക. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന മലയാള മിഷന്റെ പദ്ധതിയാണ് അനന്യ മലയാളം. അതേപോലെ തന്നെ അനന്യ മലയാളം അതിഥി മലയാളം പദ്ധതിയുടെ ഭാഗമായിട്ട് മലയാള മിഷൻ ഒരു പാഠപുസ്തകം പുറത്തിറക്കി. അതിന്റെ പേര് കണിക്കൊന്ന എന്നാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ സ്ഥാപിതമാകുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ സ്ഥാപിതമാകുന്ന സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ അത് സ്ഥാപിതമാകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ സ്ഥാപിതമാകുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ സ്ഥാപിതമാകുന്നത്? നമ്മുടെ കേരളത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് കെ സ്റ്റോർ എന്ന് പറയുന്ന പദ്ധതി. എന്താണ് കെ സ്റ്റോർ എന്ന് പറയുന്ന പദ്ധതി? എന്താണ് കെ സ്റ്റോർ? നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ എന്ന പദ്ധതി. നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യമൊക്കെ വികസിപ്പിച്ച്
ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്റ്റോർ എന്ന പദ്ധതി. നിലവിലുള്ള റേഷൻ കടകളിലെ പാശ്ചാത്തല സൗകര്യം ഒക്കെ വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് കെ സ്റ്റോർ എന്നതാണ് പദ്ധതിയുടെ പേര്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സ്ഥാപനമാണ് കേരള സ്റ്റാർട്ടപ്പ് വിഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. എന്താണ്? നമ്മുടെ ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സ്ഥാപനമാണ് നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും മികച്ച പൊതു ബിസിനസ് ഇൻക്യുബേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സ്ഥാപനമാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി 2023 നിയമിതനായത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് 2023 നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്ന പേരാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് 2023 നിയമിതനായത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായ ഒരു മലയാളിയാണ് റബേക്ക മത്തായി എന്ന പേര് ഓർക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് റബേക്ക മത്തായി എന്ന പേരാണ്. ആരാണ് റബേക്ക മത്തായി? നമ്മുടെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായ മലയാളിയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായ മലയാളിയാണ് റബേക്ക മത്തായി. റബേക്ക മത്തായി ആരാണ്? ഇന്ത്യയുടെ ഡെപ്യൂട്ടി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് നിയമിതനായ മലയാളിയാണ് റബേക്ക മത്തായി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ 3ാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മുടെ തിരുവനന്തപുരത്തെ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ തിരുവനന്തപുരത്തെ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3ാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3ാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് പള്ളിപ്പുറം, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ 3ാം തലമുറ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ആസ്ഥാനമായ ദക്ഷിണ വ്യോമസേന മേധാവിയായി ചുമതലയേറ്റ മലയാളിയാണ് എയർ മാർഷൽ ബാലകൃഷ്ണൻ മണികണ്ഠൻ എന്ന കാര്യം ഓർക്കുക. ഇതൊക്കെ നിയമനങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് എത്തുമ്പോഴേക്കും ഈ നിയമനങ്ങളൊക്കെ മാറ്റപ്പെട്ടേക്കാം. എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, തിരുവനന്തപുരം ആസ്ഥാനമായ ദക്ഷിണ വ്യോമസേന മേധാവിയായിട്ട് ചുമതലയേറ്റ മലയാളി എയർ മാർഷൽ ബാലകൃഷ്ണൻ മണികണ്ഠൻ ആണെന്ന കാര്യം ഓർക്കുക. കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനായി ചുമതലയേറ്റ പ്രമുഖ മലയാളി ഗ്രാഫിക്സ് ചിത്രകാരനാണ് വി നാഗ്ദാസ് എന്ന പേര് ഓർത്തിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി നാഗ്ദാസ്. എന്താണ്? വി നാഗ്ദാസ്. അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത്? കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനായിട്ട് ചുമതലയേറ്റ പ്രമുഖ മലയാളി ഗ്രാഫിക്സ് ചിത്രകാരനാണ് ആര്? വി നാഗ്ദാസ്. അപ്പൊ കേരള ലളിതകലാ അക്കാദമി ചെയർമാനായിട്ട്, കേന്ദ്ര ലളിതകലാ അക്കാദമിയാണ്, കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനായി ചുമതലയേറ്റ പ്രമുഖ മലയാളിയാണ് വി നാഗ്ദാസ്. പ്രമുഖ മലയാളി ഗ്രാഫിക്സ് ചിത്രകാരനാണ് വി നാഗ്ദാസ്. ഒരിക്കൽ കൂടി പറയാം, കേരള ലളിതകലാ അക്കാദമി ചെയർമാനായി ചുമതലയേറ്റ പ്രമുഖ മലയാളി ഗ്രാഫിക്സ് ചിത്രകാരനാണ് വി നാഗ്ദാസ് എന്ന പേര് ഓർക്കുക. ഇനി 2023 പ്രഖ്യാപിച്ച 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ അത് ബെന്നാമിനാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന പേര് ബെന്നാമിൻ. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചു. മലയാറ്റൂർ അവാർഡ് ലഭിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ബെന്നാമിൻ എന്ന പേര് ഓർക്കുക. അദ്ദേഹത്തിന്റെ കൃതി ചോദിച്ചാൽ നിശബ്ദ സഞ്ചാരങ്ങൾ എന്നതാണ് കൃതി.
അപ്പൊ ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്? നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുന്നത് 16ാമത് മലയാറ്റൂർ അവാർഡാണ്. അത് ലഭിച്ചത് ബെന്നാമിനാണ്. ബെന്നാമിന്റെ ഏത് കൃതിക്ക്? നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക്. നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക് 16ാമത് മലയാറ്റൂർ അവാർഡ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക് ബെന്നാമിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ജേതാവ് VK ദീപയാണ്. ആർക്കാണ്? VK ദീപയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു മലയാറ്റൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 16ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതിക്ക് ബെന്നാമിനാണ്. ഇനി ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ്, അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് VK ദീപയാണ്. അവരുടെ കൃതി വുമൺ ഈറ്റേഴ്സ് എന്നതാണ് അവരുടെ കൃതി. എന്താണ് കൃതിയുടെ പേര്? വുമൺ ഈറ്റേഴ്സ് എന്നതാണ് അവരുടെ കൃതി. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു മലയാറ്റൂർ പുരസ്കാരം 16ാമത് ബെന്നാമിൻ നിശബ്ദ സഞ്ചാരങ്ങൾ. ഇനി ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ്, അത് VK ദീപ. കൃതി ചോദിച്ചാൽ വുമൺ ഈറ്റേഴ്സ് എന്നതാണ് കൃതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം കേരളത്തിൽ എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? 333 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. 333. പണ്ടിത് 311 പഴയ നിരക്ക് എന്ന് പറയുന്നത് 311 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പഴയ നിരക്ക് 311 രൂപയാണ്. നിലവിൽ അത് എത്രയാണ്? 333 കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അടുത്ത ക്ലാസ്സിലൂടെയായിട്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും PSC പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ച LDCയും LGS ഒക്കെ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.